ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാ ലഭ്യ മഹാപ്രളയ സാക്ഷിണി എന്ന 115-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃകാവർണ്ണരൂപിണി എന്ന 116-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ പരാശക്തി, അതായത് ദേവിയുടെ 572-ാമത്തെ നാമമായ പരാശക്തി, പരമമായ ശക്തി. പരം എന്നാൽ ഏറ്റവും ഉയർന്നത്, അതിനപ്പുറം മറ്റൊന്നില്ലാത്തത്. അതായത് ഏറ്റവും ഉത്കൃഷ്ടവും എല്ലാറ്റിനും അതീതവും പരമകാരണവുമായ ആദിപരാശക്തിയാണ് ദേവി. പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിലെ പ്രധാന കാരണം തന്നെ ഈ ശക്തിയാണ്. നമ്മുടെ ശരീരത്തിലെ ആധാരചക്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാര പത്മത്തിലെത്തിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ പരമമായ ചൈതന്യമാണ് പരാശക്തി. ഇനി ദേവിയുടെ 573-ാമത്തെ നാമമായ പരാനിഷ്ഠ, അത്യുന്നതമായ നിഷ്ഠയോട് കൂടിയവൾ, ഒരിക്കലും ഇളകാത്ത ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിൽക്കുന്നവൾ. അതായത് സദാ അദ്വൈതാനുഭൂതിയിൽ ഉറച്ചു നിൽക്കുന്നവൾ എന്നർത്ഥം. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് പരാനിഷ്ഠ. അമ്മ ആ ബോധം തന്നെ ആയതുകൊണ്ട് അമ്മയെ പരാനിഷ്ഠ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരേയൊരു സത്യം പരാശക്തിയാണ്. സകല വിദ്യകളും സകല കർമ്മങ്ങളും ചെന്നു ചേരുന്നത് ഈ പരമമായ നിഷ്ഠയിലാണ്. മാത്രമല്ല സകല ചരാചരങ്ങളും ദേവിയിലാണ് വിശ്രാന്തി കൊള്ളുന്നത്. എല്ലാറ്റിനെയും തന്നിൽ ലയിപ്പിക്കുന്നവളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ദേവി പരാനിഷ്ഠ. ഇനി ദേവിയുടെ 574-ാമത്തെ നാമമായ പ്രജ്ഞാനഘനരൂപിണി, അറിവിൻ്റെ കട്ട പിടിച്ച രൂപം. പ്രജ്ഞാനം എന്നാൽ ശുദ്ധമായ അറിവ്, ഘന എന്നാൽ സാന്ദ്രമായ അല്ലെങ്കിൽ കട്ട പിടിച്ച എന്നർത്ഥം. അതായത് അറിവ് കട്ട പിടിച്ചതുപോലെയുള്ള ഒരു രൂപമാണ് അമ്മയുടേത്. അവിദ്യ ഒട്ടുമില്ലാതെ ഇടതിങ്ങിയ ജ്ഞാനം മാത്രം. പ്രജ്ഞാനം ബ്രഹ്മ, അതായത് അറിവാണ് ബ്രഹ്മം എന്ന മഹാവാക്യത്തിൻ്റെ നേരിട്ടുള്ള രൂപമാണ് അമ്മ. പ്രപഞ്ചം മുഴുവൻ പടർന്നുകിടക്കുന്ന ബോധം ഏറ്റവും സാന്ദ്രമായി ഇരിക്കുന്നത് അമ്മയിലാണ്. പ്രജ്ഞാനഘന രൂപിണിയായ അമ്മയുടെ ഉള്ളിലും പുറത്തും അറിവ് മാത്രമാണ് ഉള്ളത്. അവിടെ അജ്ഞാനത്തിന് സ്ഥാനമില്ല. കടൽ വെള്ളം കട്ടപിടിച്ച് മഞ്ഞുകട്ടിയാകുന്നതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശുദ്ധബോധം ഒരു രൂപമായി ഭക്തർക്ക് മുന്നിൽ അവതരിച്ചതാണ് ലളിതാംബിക. സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണം മാത്രം നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളിലും മാറ്റമില്ലാത്ത ബോധമായി അമ്മ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. ആ ബോധത്തിൻ്റെ സാന്ദ്രതയാണ് ദേവി. ഇനി ദേവിയുടെ 575-ാമത്തെ നാമമായ മാധ്വീപാനാലസ. മാധ്വി എന്നാൽ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം മദ്യം, അല്ലെങ്കിൽ അമൃത്, തേൻ എന്നൊക്കെ പറയുന്നു. പാന എന്നാൽ കുടിക്കുക, ആലസ എന്നാൽ അതിൻ്റെ ലഹരിയിലിരിക്കുന്നവൾ. മാധ്വി എന്ന മദ്യം കുടിച്ച് മതിച്ചിരിക്കുന്നവൾ എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥത്തിൽ സഹസ്രാര പത്മത്തിൽ നിന്നൊഴുകുന്ന അമൃത്, ആ അമൃതിനെ പാനം ചെയ്ത് ആനന്ദത്തിലിരിക്കുന്നവൾ എന്നും അർത്ഥം. അതായത് ആ ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി നിൽക്കുന്നത് കൊണ്ട് അമ്മ
അതീവ ശാന്തയായും മന്ദഗതിയിലും കാണപ്പെടുന്നു. കുണ്ടലിനി ശക്തി തലച്ചോറിലെ സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ അവിടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃത് വർഷിക്കും. ഈ അമൃത് കുടിച്ച് പരമശിവനുമായി ഐക്യപ്പെടുന്ന അമ്മയുടെ ഭാവമാണിത്. ആനന്ദം ഉള്ളിൽ നിറയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഒരുതരം ശാന്തതയും മൃദുത്വവും അമ്മയിൽ കാണാം. ഭക്തർക്ക് ആനന്ദം നൽകാൻ താൻ തന്നെ ആനന്ദ സ്വരൂപിണിയായി മാറിയിരിക്കുകയാണ് ഇവിടെ ദേവി. ഇനി ദേവിയുടെ 576 നാമമായ മത്താ. മാധ്വീരസം പാനം ചെയ്തതുകൊണ്ട് മതിച്ചിരിക്കുന്നവൾ, ആനന്ദത്താൽ ഉന്മത്തയായവൾ, ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയവൾ എന്നൊക്കെ അർത്ഥം. അമ്മയുടെ ഈ മത്താഭാവം സൃഷ്ടിയുടെ ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. ഈ ലോകം മുഴുവൻ അമ്മയുടെ ആനന്ദത്തിൻ്റെ ഒരു ലീല മാത്രമാണ്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ലഹരിയിൽ അമ്മ ഉന്മത്തയായിരിക്കുന്നു. ഈ ലഹരി നമുക്ക് ലഭിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരു സങ്കടവും നമ്മെ ബാധിക്കില്ല. അമ്മയുടെ ഈ ആനന്ദത്തിൽ പങ്കുചേരുക എന്നാൽ എല്ലാ വിഷമങ്ങളും മറന്ന് ഈശ്വരനിൽ ലയിക്കുക എന്നർത്ഥം. ഇനി ദേവിയുടെ 577 നാമമായ മാതൃകാവർണ്ണരൂപിണി. മാതൃകാവർണ്ണമായ 51 അക്ഷരങ്ങളുടെ രൂപം ധരിച്ചവൾ. ആ മുതൽ ക്ഷ വരെയുള്ള 51 അക്ഷരങ്ങൾ ചേർന്നതാണ് മാതൃക. ഈ ഓരോ അക്ഷരവും അമ്മയുടെ ഓരോ ശക്തി സ്വരൂപങ്ങളാണ്. ശ്രീചക്രത്തിലെ ഓരോ ബിന്ദുവിലും ദളത്തിലും ഈ മാതൃകാവർണ്ണങ്ങൾ കുടികൊള്ളുന്നു. അക്ഷരങ്ങളാണ് മന്ത്രങ്ങളായി മാറുന്നത്. മന്ത്രങ്ങളാണ് ദേവതകളായി മാറുന്നത്. അക്ഷരങ്ങളിലൂടെ ലോകത്തെ അറിയാൻ നമ്മെ സഹായിക്കുന്ന വിദ്യാരൂപിണിയാണ് അമ്മ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അതായത് 117 ശ്ലോകം. മഹാകൈലാസനിലയ മൃണാള മൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ മഹാകൈലാസനിലയ, അതായത് ദേവിയുടെ 578 നാമം മഹാകൈലാസനിലയ. മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ. മഹാകൈലാസം എന്നാൽ കൈലാസത്തിനും അപ്പുറമുള്ള അതിസൂക്ഷ്മമായ ഒരു ലോകമാണ്. ശിവനും ശക്തിയും ഏകസ്വരൂപമായി വസിക്കുന്ന പരമമായ സ്ഥാനമാണിത്. യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് തലയുടെ ഉച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര ചക്രമാണ് മഹാകൈലാസം. കുണ്ടലിനി ശക്തി ഉണർന്ന് അവിടെ എത്തുമ്പോഴാണ് ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നത്. കൈലാസം എന്ന വാക്കിന് ആനന്ദം നൽകുന്ന ഇടം എന്നർത്ഥമുണ്ട്. അപ്പോൾ സകല ദുഃഖങ്ങളും മാറി പരമമായ ശാന്തി ലഭിക്കുന്ന അവസ്ഥയിലാണ് അമ്മ വസിക്കുന്നത്. മഹാകൈലാസം എന്നത് ശുദ്ധബോധത്തിൻ്റെ പ്രതീകമാണ്. അവിടെ എത്തുമ്പോൾ ഞാനും ദൈവവും ഒന്നാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ശ്രീചക്രത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള ബിന്ദുവിനെ മഹാകൈലാസമായി സങ്കല്പിക്കാറുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആത്യന്തികമായ ആനന്ദം എവിടെയാണോ പ്രകാശിക്കുന്നത് ആ നിലയമാണ് ദേവി എന്നർത്ഥം. ഇനി ദേവിയുടെ 579 നാമമായ മൃണാള മൃദുദോർലത. താമരത്തണ്ടുപോലെ മൃദുലമായ കൈകളുള്ളവൾ. മൃണാള എന്നാൽ താമരത്തണ്ട്, മൃദു കോമളമായ. ദോർലത വള്ളി പോലെയുള്ള കൈകൾ. താമരത്തണ്ടിൻ്റെ നിറവും അതിൻ്റെ നൈർമല്യവും വള്ളിയുടെ വഴക്കവുമുള്ളവയാണ് അമ്മയുടെ കൈകൾ. താമരത്തണ്ട് വെള്ളത്തിനടിയിൽ മൃദുവാണെങ്കിലും അതിന് കരുത്തുണ്ട്. അതുപോലെ ഭക്തരെ ചേർത്തു പിടിക്കാനും അവരെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കാനും അമ്മയുടെ ഈ മൃദുവായ കൈകൾക്ക്
അപാരമായ ശക്തിയുണ്ട് എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി ദേവിയുടെ 580-ാമത്തെ നാമമായ മഹനീയ. ഏറ്റവും ശ്രേഷ്ഠയായവൾ. മഹനീയം എന്നാൽ മഹത്വമുള്ളത്, ആദരിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണ് അർത്ഥം. പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളെക്കാളും വ്യക്തികളെക്കാളും ഉന്നതമായ സ്ഥാനമുള്ളവളാണ് പരാശക്തി. അതുകൊണ്ട് അവൾ എല്ലാവരാലും പൂജിക്കപ്പെടാൻ അർഹതയുള്ളവളാണ്. യാതൊരു കുറവുകളുമില്ലാത്ത എല്ലാ നന്മകളും തികഞ്ഞവളാണ് അമ്മ. അതുകൊണ്ടാണ് സകല ദേവന്മാരും ഋഷീശ്വരന്മാരും പോലും അമ്മയുടെ മുന്നിൽ നമസ്കരിക്കുന്നത്. ഗുണങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ ഉയർന്ന മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാറ്റിനും മുകളിലായി ആദരിക്കപ്പെടുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മഹനീയ എന്ന നാമം. ഇനി ദേവിയുടെ 581-ാമത്തെ നാമമായ ദയാമൂർത്തി. അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ രൂപമുള്ളവൾ. അതായത് കരുണയ്ക്ക് ഒരു രൂപം നൽകിയാൽ അത് ലളിതാംബിക ദേവിയായിരിക്കും. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അമ്മയുടെ കാരുണ്യത്താലാണ്. ഇനി നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും അത് ക്ഷമിച്ച് നമ്മെ ചേർത്ത് പിടിക്കുന്നവളാണ് ആ ദയാമൂർത്തിയായ അമ്മ. ആ അമ്മയുടെ കരുണയ്ക്ക് പരിധിയില്ല. അമ്മ ശിക്ഷിക്കുന്നവളല്ല, മറിച്ച് സ്നേഹിക്കുന്നവളാണ്. ദയയുടെ കടലാണ് അമ്മ. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മളിലും അമ്മയുടെ ഈ ദയാമൂർത്തി എന്ന ഭാവം ഉണരുന്നു. അമ്മയുടെ ഓരോ നാമത്തിനു പിന്നിലും ഈ ദയ ഒളിഞ്ഞിരിപ്പുണ്ട്. മരണഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന സർവമൃത്യുനിവാരിണി ഭാവമായാലും, രോഗം മാറ്റുന്ന സർവവ്യാധി പ്രശമനി ഭാവമായാലും, അതിൻ്റെയെല്ലാം ആധാരം അമ്മയുടെ ഉള്ളിലെ ഈ ദയയാണ്. ലൗകികമായ സുഖങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയ ദയ ഭക്തനെ സംസാര ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അതായത് നേരത്തെ നമ്മൾ ബന്ധമോചിനി എന്ന ഒരു നാമം പഠിച്ചിരുന്നുവല്ലോ. അതും ഈ ദയാമൂർത്തി എന്ന നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇനി ദേവിയുടെ 582-ാമത്തെ നാമമായ മഹാസാമ്രാജ്യശാലിനി. ത്രൈലോക്യം മുഴുവൻ നിയന്ത്രിക്കുന്നവൾ. ത്രൈലോക്യമാണ് അമ്മയുടെ സാമ്രാജ്യം. ഈ 3 ലോകങ്ങളും ഭരിക്കുന്നത് ഒരു ലീലയായാണ് അമ്മ കരുതുന്നത്. 3 ലോകങ്ങളെയും തൻ്റെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന സർവാധിപത്യമുള്ള ഭരണാധികാരിയാണ് ലളിതാംബിക. അമ്മയുടെ രാജരാജേശ്വരി എന്ന രൂപത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചതുരംഗ സേനകളോടും മന്ത്രിമാരോടും സകല ഐശ്വര്യങ്ങളോടും കൂടി സിംഹാസനത്തിലിരിക്കുന്ന അമ്മയുടെ രാജകീയമായ ഭാവമാണിത്. ലൗകികമായ അധികാരത്തിനപ്പുറം ഭക്തൻ്റെ മനസ്സിനെ ഭരിക്കുന്ന അവസ്ഥയാണിത്. ഒരാൾ ഭക്തിയുടെ ഉന്നതിയിലെത്തുമ്പോൾ ലഭിക്കുന്ന ആത്മസാമ്രാജ്യത്തിന് ഉടമയായവളാണ് അമ്മ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അതായത് 118-ാമത്തെ ശ്ലോകം. ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീഷോഡശാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ആത്മവിദ്യ, അതായത് ദേവിയുടെ 583-ാമത്തെ നാമം ആത്മവിദ്യ. ആത്മജ്ഞാനത്തിലൂടെ അറിയപ്പെടുന്നവൾ, ആത്മജ്ഞാനം തന്നെ സ്വരൂപമായവൾ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിദ്യ ആത്മവിദ്യയാണ്. അമ്മ ആ വിദ്യയുടെ രൂപം തന്നെയാണ്. ആത്മവിദ്യ എന്നത് നമ്മുടെ ഉള്ളിലേക്കുള്ള വഴിയാണ്. സാ വിദ്യ യാ വിമുക്തയേ. ഏതൊന്നാണോ മോചനം നൽകുന്നത് അതാണ് വിദ്യ. നമ്മെ സംസാര സാഗരത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ആ പരമമായ അറിവാണ് അമ്മ. തത്വമസി, അത് നീ തന്നെ ആകുന്നു എന്ന തിരിച്ചറിവാണ് ആത്മവിദ്യ. അതായത് അമ്മ പുറത്തെവിടെയോ ഉള്ള ഒരു ശക്തിയല്ല, മറിച്ച്
നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവായി ഇരിക്കുന്നവളാണ് എന്നർത്ഥം. നമ്മൾ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പ്രകാശം അതുതന്നെയാണ് ആത്മവിദ്യയായ ദേവി. ദേഹിക്ക്, അതായത് ആത്മാവിന്, ദേഹത്തിൽ നിന്നുള്ള വേർതിരിവ് മനസ്സിലാക്കി കൊടുക്കുന്ന അറിവ് അമ്മ തന്നെയാണ്. ഉപനിഷത്തുക്കളിൽ പറയുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ആത്മവിദ്യ. ലോകത്തിലെ ബാഹ്യമായ അറിവുകളെല്ലാം നശ്വരമാണ്. എന്നാൽ ആത്മവിദ്യ ശാശ്വതമായ മോക്ഷം നൽകുന്നു. ലോകത്തെ അറിയുന്നത് വിദ്യയാണെങ്കിൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കി അവിടെയുള്ള ചൈതന്യത്തെ ദർശിക്കുന്നത് ആത്മവിദ്യയാണ്. ആ ആന്തരിക പ്രകാശമായി അമ്മ ഭക്തൻ്റെ ഹൃദയത്തിൽ വിളങ്ങുന്നു. ഇനി ദേവിയുടെ 584 നാമമായ മഹാവിദ്യ. വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മവിദ്യയോട് കൂടിയവൾ. എല്ലാ അറിവുകളുടെയും ആകത്തുകയാണ് മഹാവിദ്യ. ആ മഹാവിദ്യ തന്നെയാണ് ആത്മവിദ്യ. ആ മഹാവിദ്യ തന്നെ ആയിട്ടുള്ളവളാണ് ദേവി. വനദുർഗ മന്ത്രത്തെ മഹാവിദ്യ എന്നും വിളിക്കുന്നു. മഹത്തായ അറിവ് ഉദിക്കുമ്പോൾ സ്വാഭാവികമായും ഇരുട്ട്, അതായത് അജ്ഞാനം മാറിപ്പോകുന്നു. സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ചങ്ങാടമാണ് ഈ മഹാവിദ്യ. ഇനി ദേവിയുടെ 585 നാമമായ ശ്രീവിദ്യ. പഞ്ചദശാക്ഷരി മന്ത്രത്തെ, അതായത് 15 അക്ഷരങ്ങളുള്ള അമ്മയുടെ മൂലമന്ത്രത്തെയാണ് ശ്രീവിദ്യ എന്ന് വിളിക്കുന്നത്. ആ ശ്രീവിദ്യ മന്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമായി കണക്കാക്കുന്നത്. ആ ശ്രീവിദ്യ സ്വരൂപിണിയായിട്ടുള്ളതും ദേവി തന്നെയാണ്. ശ്രീവിദ്യ ഉപാസകരുടെ ജീവിതത്തിൽ എപ്പോഴും മംഗളകരമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ജ്ഞാനവും ഭക്തിയും രണ്ടും സമന്വയിക്കുന്ന പാതയാണ് ശ്രീവിദ്യ. ഈ ലോകത്തിലെ സുഖങ്ങളും ആത്യന്തികമായ മോക്ഷവും ഒരുപോലെ നൽകുന്ന വിദ്യയായതുകൊണ്ടാണ് ഇതിനെ ശ്രീവിദ്യ എന്ന് വിളിക്കുന്നത്. ഇനി ദേവിയുടെ 586 നാമമായ കാമസേവിത. സൗന്ദര്യത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ദേവനായ കാമദേവൻ അമ്മയുടെ വലിയൊരു ഭക്തനാണ്. ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ ദഹിച്ചുപോയ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്താലാണ് കാമദേവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ തനിക്ക് വീണ്ടും ജനിക്കാനുള്ള കാരണമായി തീർന്ന അമ്മയെ കാമദേവൻ ഉപാസിക്കാൻ തുടങ്ങി. കാമദേവൻ ശ്രീവിദ്യ മന്ത്രം കൊണ്ടാണ് അമ്മയെ ഉപാസിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീവിദ്യയിലെ 12 പ്രധാന സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് കാമദേവൻ തുടക്കം കുറിച്ച കാതിവിദ്യയാണ്. ഇനി ദേവിയുടെ 587 നാമമായ ശ്രീ ഷോഡശാക്ഷരി വിദ്യ. 16 അക്ഷരങ്ങളുള്ള മന്ത്രം. അതായത് സാധാരണ ശ്രീവിദ്യ മന്ത്രം 16 അക്ഷരങ്ങളുള്ളതാണ്, പഞ്ചദശാക്ഷരി. എന്നാൽ അതിനോടൊപ്പം അതീവ രഹസ്യമായ ഒരു അക്ഷരവും കൂടി ചേരുമ്പോൾ അത് ഷോഡശാക്ഷരി, അതായത് 16 അക്ഷരങ്ങളാകുന്നു. പഞ്ചദശാക്ഷരി മന്ത്രത്തിനോട് ഒരു ബീജാക്ഷരവും കൂടി ചേർന്ന് ഉണ്ടായ ഷോഡശാക്ഷരി മന്ത്രം. ഈ 16ാമത്തെ അക്ഷരം അമ്മയുടെ ശുദ്ധമായ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ഈ ഷോഡശാക്ഷരി മന്ത്രം തന്നെ സ്വരൂപമായവളാണ് ദേവി. ജ്ഞാനം, ഐശ്വര്യം, ശക്തി എന്നിവയുടെ പരമകാഷ്ഠയാണ് ഈ വിദ്യയിലൂടെ ഭക്തന് ലഭിക്കുന്നത്. 16 വയസ്സുള്ള നിത്യസുന്ദരിയായ ബാലികയായാണ് അമ്മയെ ഈ വിദ്യയിൽ സങ്കല്പിക്കുന്നത്. ഈ മന്ത്രം അതീവ രഹസ്യമായതുകൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കേണ്ടതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ നാമം ജപിക്കുന്നത് ആ വിദ്യയുടെ ഗുണം ഭക്തന് നൽകും എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ദേവിയുടെ 588 നാമമായ ത്രികൂട. 3 കൂടങ്ങളോട് കൂടിയവൾ. ശ്രീവിദ്യയിലെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന് 3 കൂടങ്ങളുണ്ട്. വാഗ്ഭവകൂടം, അത് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. കാമരാജകൂടം, ഐശ്വര്യത്തെയും ക്രിയയെയും സൂചിപ്പിക്കുന്നു.
ശക്തികൂടം ഇച്ഛാശക്തിയെയും മോക്ഷത്തെയും സൂചിപ്പിക്കുന്നു. ഈ 3 കൂടങ്ങളെയും കുറിച്ച് കൂടുതലായി 85, 86, 87 എന്നീ നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഞ്ചദശാക്ഷരി മന്ത്രത്തെയും 3 കൂടങ്ങളായി തിരിച്ചിരിക്കുന്നു. പഞ്ചദശാക്ഷരി മന്ത്രം അതായത് ശ്രീവിദ്യ അമ്മയുടെ ശബ്ദരൂപത്തിലുള്ള വിഗ്രഹമാണ്. യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ 3 പ്രധാന ഗ്രന്ഥികളെ, അതായത് രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി, ഈ 3 പ്രധാന ഗ്രന്ഥികളെ ഭേദിച്ച് മുകളിലേക്ക് പോകുന്ന ചൈതന്യമാണ് ദേവി. ഇനി ദേവിയുടെ 589-ാമത്തെ നാമമായ കാമകോടിക. കാമകോടി പീഠത്തിൽ വസിക്കുന്നവൾ. കാഞ്ചീപുരത്തെ പ്രസിദ്ധമായ കാമകോടി പീഠം അമ്മയുടെ അതീവ പ്രാധാന്യമുള്ള ഒരു ശക്തിപീഠമാണ്. അവിടെ കാമാക്ഷിയായി വാഴുന്ന ലളിതാംബികയാണ് ഈ നാമം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. കൂടാതെ കാമ എന്നത് പരമശിവനെയും, കാമേശ്വരൻ, കോടി എന്നത് ശിവന്റെ ശക്തിയായ അമ്മയെയും സൂചിപ്പിക്കുന്നു. ശിവനും ശക്തിയും ഒന്നായിരിക്കുന്ന അവസ്ഥ. പരമശിവന് തുല്യമായവൾ, അതായത് അർദ്ധനാരീശ്വര സങ്കല്പം. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃകാവർണ്ണരൂപിണി മഹാകൈലാസനിലയാ മൃണാള മൃദുദോർലതാ മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യാ മഹാവിദ്യാ ശ്രീവിദ്യാ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യാ ത്രികൂടാ കാമകോടിക. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.